Good morning, everyone. Good morning, ma'am. Good morning to all. Morning, ma'am. Morning, ma'am. Yeah, good morning. Okay. So, have you had your breakfast? Breakfast ഒക്കെ കഴിച്ചു എല്ലാവരും കഴിച്ചോ? ഇതാണല്ലോ ലൈറ്റ് ചെയ്യാലോ? യെസ് മാം കഴിച്ചു. ഓക്കെ, അപ്പോ എല്ലാവർക്കും പെരുന്നാളിന്റെ തിരക്കുകളായിരിക്കും ആണോ? ഇല്ല, അവർക്കൊന്നും ഇല്ല. ഓക്കെ, പിന്നെന്താ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? പറയൂ. How are you all? എന്തൊന്നും മിണ്ടാതെ? ആ ക്ലാസ്സിലുണ്ടോ എല്ലാവരും? കേൾക്കുന്നുണ്ടോ? എന്റെ റെസ്പോൺസ് ഒന്നുമില്ലല്ലോ. ഓക്കെ, ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ നിങ്ങൾക്ക് ഒരു വർക്ക് തന്നിട്ടുണ്ടായിരുന്നില്ലേ? തന്നിരുന്നോ? ഡെയിലി റൊട്ടീൻ റൊട്ടീൻ പറയാൻ പറഞ്ഞിരുന്നോ? കേൾക്കുന്നുണ്ടോ? Am I audible? പറയൂ. ഓക്കെ, ശ്രീലക്ഷ്മി ബസ്സിലാണ്. ഓക്കെ, ഇറ്റ്സ് ഓക്കെ. സോ ആരെങ്കിലും വർക്ക് ചെയ്തിട്ടുണ്ടോ? ആരെങ്കിലും ചെയ്തിട്ടുണ്ടോ? റെസ്പോണ്ട് ചെയ്യോ? ടെക്സ്റ്റ് ചെയ്താലും മതി. ചെയ്തിട്ടുണ്ടോ ആരെങ്കിലും? ഇല്ല. റെസ്പോൺസ് ഒന്നുമില്ല. ഓക്കെ, സോ നമ്മള് സിമ്പിൾ പ്രസന്റ് ആൻഡ് പ്രസന്റ് കണ്ടിന്യൂസ് ഇത് രണ്ടും പറഞ്ഞു. സിമ്പിൾ പ്രസന്റ് ടെൻസിൽ നമ്മള് നെഗറ്റീവ്സും പറഞ്ഞു അല്ലെ? നെഗറ്റീവ്സും പറഞ്ഞു, പോസിറ്റീവ്സ് ഒക്കെ പറഞ്ഞു. സോ ആ ടെൻസ് ഏകദേശം നമ്മൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. നെക്സ്റ്റ് ടെൻസ് പ്രസന്റ് കണ്ടിന്യൂസ്. പ്രസന്റ് കണ്ടിന്യൂസ് നമ്മൾ നെഗറ്റീവ് ഒന്നും പറഞ്ഞില്ല, ക്വസ്റ്റ്യൻസ് പറഞ്ഞിട്ടില്ല, നെഗറ്റീവ് സ്റ്റേറ്റ്മെന്റ് പറഞ്ഞിട്ടില്ല അല്ലെ? അതൊന്നും പറഞ്ഞിട്ടില്ല. ഓക്കെ, സോ നമുക്കത് അതുകൂടെ ഡിസ്കസ് ചെയ്യാം. ഓക്കെ, then take your notebook. First example എന്താ? Yeah, the baby is crying. Example എടുക്കുക. The baby is crying. അത് പോസിറ്റീവ് സ്റ്റേറ്റ്മെന്റ് ആണ്. The baby is crying എന്ന് പറയുന്നത് പോസിറ്റീവ് സ്റ്റേറ്റ്മെന്റ് ആണ്. സോ അത് നമ്മൾ നെഗറ്റീവ് ആക്കണമെങ്കിൽ എന്താ ചെയ്യാ? നെഗറ്റീവ് ആക്കണമെങ്കിൽ എന്താ ചെയ്യാ? ഓക്സിലറിയുടെ കൂടെ നോട്ട് നമ്മൾ ആഡ് ചെയ്യും. നെഗറ്റീവ് വേണ്ടേ? നോട്ട് ആഡ് ചെയ്യുന്നു. The baby is not crying. അല്ലെ? The baby is not crying എന്ന് പറയും. നെഗറ്റീവ് വരാൻ വേണ്ടി നമ്മൾ നോട്ട് ആഡ് ചെയ്യുന്നു. The baby is not crying. Okay, then നമ്മള് ഇനി ഇത് എന്താ? പോസിറ്റീവ് സ്റ്റേറ്റ്മെന്റ് നെഗറ്റീവ് സ്റ്റേറ്റ്മെന്റ് കിട്ടി. അതിനുശേഷം നമ്മൾ ചെയ്യേണ്ടത് എന്താണ്? ക്വസ്റ്റ്യൻ വേണം അല്ലെ? ക്വസ്റ്റ്യൻ എങ്ങനെ ചോദിക്കാം? Just wait a second.
അപ്പോ ക്വസ്റ്റ്യൻ ചോദിക്കാൻ എങ്ങനെയാണ്? പോസിറ്റീവ് the baby is crying, നെഗറ്റീവ് the baby is not crying. ക്വസ്റ്റ്യൻ ആണെങ്കിലോ ഈസ് വരും, ഫസ്റ്റ് ഓക്സിലറി വരും. Is the baby crying? കുഞ്ഞ് കരയുകയാണോ എന്ന് വരും. Is the baby crying? ഇനി കുഞ്ഞ് കരയുകയല്ലേ അല്ലെ, നെഗറ്റീവ് ക്വസ്റ്റ്യൻ വേണം. നെഗറ്റീവ് ക്വസ്റ്റ്യൻ കരയുകയല്ലേ എന്നാണ്. അപ്പോ is the baby crying? ഇത്രയേ ഉള്ളൂ. ഓക്സിലറി ആണ് ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോൾ ഓക്സിലറി ഫസ്റ്റ് വരണം. നെഗറ്റീവ് ക്വസ്റ്റ്യൻ ആണെങ്കിൽ ഓക്സിലറിയുടെ കൂടെ നിങ്ങൾ നോട്ട് പേപ്പർ ആഡ് ചെയ്ത് നെഗറ്റീവ് ക്വസ്റ്റ്യൻ ആയിട്ട് മാറും. ഓക്കെ, is it clear? ക്ലിയർ ആണോ? നിങ്ങൾക്ക് ടൈപ്പ് ചെയ്യാനോ ടെക്സ്റ്റ് ചെയ്യാനോ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ? ടീച്ചർ ക്ലാസ് എടുക്കുമ്പോ റെസ്പോണ്ട് ചെയ്താൽ മാത്രമേ നിങ്ങൾ ക്ലാസ്സിൽ ഉണ്ടോ ഇല്ലയോ എന്ന് അറിയാൻ പറ്റുള്ളൂ. ഓക്കെ, എനിക്ക് നിങ്ങളുടെ പ്രൊഫൈൽ പിക്ചറും നെയിമും മാത്രമേ കാണുന്നുള്ളൂ. നിങ്ങൾ ക്ലാസ്സിൽ ഉണ്ടോ ശ്രദ്ധിക്കുന്നുണ്ടോ എന്നറിയണമെങ്കിൽ ഒന്ന് റെസ്പോണ്ട് ചെയ്യണം. ഓക്കെ, ടെക്സ്റ്റ് ചെയ്താൽ മാത്രം മതി. സിമ്പിൾ അല്ലേ അല്ലെ? ടെക്സ്റ്റ് ചെയ്ത ഏറ്റവും ഒരു എളുപ്പ പണിയാണ് അല്ലെ. ജസ്റ്റ് ടെക്സ്റ്റ് ചെയ്യാം, ചോദിക്കുന്നതിന്റെ ആൻസർ പറയാം. മനസ്സിലാവുന്നുണ്ടോ ഇല്ലെങ്കിൽ ഇല്ല എന്ന് പറയാം, ഉണ്ടെങ്കിൽ എന്ന് പറയാം, കേൾക്കുന്നുണ്ടെങ്കിൽ ഉണ്ടെന്ന് പറയാം. ഇതാണ് റെസ്പോണ്ട് എന്ന് പറയാം. ഓക്കെ, ഞാൻ അൺമ്യൂട്ട് ചെയ്തിട്ട് റെസ്പോണ്ട് ചെയ്യാൻ പറഞ്ഞില്ലല്ലോ. അങ്ങനെ ചെയ്യണമെങ്കിൽ അങ്ങനെയും ചെയ്യാം. ക്ലാസ്സിൽ റെസ്പോണ്ട് ചെയ്യണം, മസ്റ്റ് ആണ് കേട്ടോ. എന്തായാലും ചെയ്തേ പറ്റൂ. ഓക്കെ, കേൾക്കുന്നുണ്ട്? ഓക്കെ, ഇങ്ങനെ പറഞ്ഞാൽ മാത്രമേ എനിക്ക് മനസ്സിലാവുള്ളൂ ക്ലാസ്സിലുണ്ടോ ശ്രദ്ധിക്കുന്നുണ്ടോ കേൾക്കുന്നുണ്ടോ എന്ന്. ഇപ്പൊ ഞാൻ ക്ലാസ് എടുത്തിട്ട് കാര്യമില്ലല്ലോ അല്ലെ. വെറുതെ ഇങ്ങനെ ഒറ്റയ്ക്ക് സംസാരിക്കാണ്ടെങ്കിൽ ക്ലാസ് എടുക്കുന്നില്ല. അതുകൊണ്ട് റെസ്പോണ്ട് ചെയ്യാം. പഠിപ്പിക്കുന്ന കാര്യങ്ങള് നിങ്ങൾക്കത് മനസ്സിലാക്കി തരേണ്ട ഉത്തരവാദിത്തം എന്റെയാണ് അല്ലെ. നിങ്ങൾ ക്ലാസ്സിൽ കേൾക്കാൻ വന്നിരിക്കുകയാണ് അല്ലെ, പഠിക്കാനാ വന്നിരിക്കുന്നത്. ഓ, വെറുതെ പറഞ്ഞിട്ട് പോയാൽ മാത്രം മതി എനിക്ക്. ക്ലാസ്സിൽ വെറുതെ നോട്ട്സ് എല്ലാരും വെറുതെ വായിച്ച് ഞാൻ പോവാം. നിങ്ങൾക്ക് എന്തെങ്കിലും മനസ്സിലാവോ? ഇപ്പൊ നിങ്ങൾ പറയും ഇംഗ്ലീഷ് ടീച്ചർ വന്ന് ക്ലാസ് എടുക്കുന്നുണ്ട്, അപ്പൊ ഒന്നും മനസ്സിലാവുന്നില്ല, വെറുതെ ക്ലാസ് എടുത്ത് പോവാണെന്ന് പറയും അല്ലെ. അപ്പോ മനസ്സിലാക്കിപ്പിക്കേണ്ട ഉത്തരവാദിത്തം എന്റെയാണ്, മനസ്സിലാക്കേണ്ടത് നിങ്ങൾക്കുമാണ് അല്ലെ. മനസ്സിലാകുന്നുണ്ടോ ഇല്ലയോ എന്ന് അറിയുന്നത് നിങ്ങളുടെ റെസ്പോണ്ടിലൂടെയാണ്. അല്ലാതെ എനിക്ക് അറിയാൻ പറ്റില്ല. ഓഫ്ലൈൻ അല്ലെങ്കിൽ ഓൺലൈൻ ആയാലും ലിമിറ്റേഷൻസ് ഉണ്ട്, ഒരുപാട് ലിമിറ്റേഷൻസ് ഉണ്ട്. ഓക്കെ, സോ ഇതെല്ലാം അറിഞ്ഞുകൊണ്ട് മാക്സിമം ക്ലാസ്സിൽ കോപ്പറേറ്റ് ചെയ്യാൻ നോക്കുക. എല്ലാവരോടും കൂടിയാ പറയുന്നത്, ഒരാൾ മാത്രമല്ല എല്ലാവരോടും കൂടിയാ പറയുന്നത്. ഓക്കെ, എല്ലാ ക്ലാസ്സിലും കേട്ടോ. എന്റെ ക്ലാസ്സിൽ മാത്രമല്ല, എല്ലാ ക്ലാസ്സിലും ടീച്ചേഴ്സ് എല്ലാവരും ഒരുപാട് കഷ്ടപ്പെട്ട് എഫോർട്ട് എടുത്തൊക്കെ തന്നെയാണ് ക്ലാസ് എടുക്കുന്നത്. ഓക്കെ, ഓഫ്ലൈൻ ആണെങ്കിലും ഓൺലൈൻ ആണെങ്കിലും എഫോർട്ട് എല്ലാം സെയിം തന്നെയാണ്. സോ മാക്സിമം കോപ്പറേറ്റ് ചെയ്തിരിക്കുക, റെസ്പോണ്ട് ചെയ്യുക. അത് ഇമ്പോർട്ടന്റ് ആണ്, വളരെയധികം ഇമ്പോർട്ടന്റ് ആണ് റെസ്പോൺസ്. അത് ഏത് ടീച്ചർക്കാണെങ്കിൽ പോലും റെസ്പോൺസ് ഏറ്റവും അത്യാവശ്യമാണ്. മാക്സിമം റെസ്പോണ്ട് ചെയ്യാൻ നോക്കുക. ഇത് ഞാൻ നിങ്ങളെ പിണങ്ങിയതായോ കുറ്റം പറഞ്ഞതായോ ഒന്നും ചിന്തിക്കേണ്ട. കാര്യം പറഞ്ഞതേ ഉള്ളൂ. നമുക്കത് മനസ്സിലായിട്ടുണ്ടെന്നാണ് അല്ലെ. കൊച്ചു കുട്ടികളൊന്നും അല്ലല്ലോ, പറഞ്ഞാൽ മനസ്സിലാക്കാനുള്ള കഴിവൊക്കെ നിങ്ങൾക്കില്ലേ അല്ലെ. അപ്പൊ ഞാനിരിക്കുന്ന ഒരു പൊസിഷനിൽ നിങ്ങൾ വന്നിരിക്കുമ്പോഴേ മനസ്സിലാവുള്ളൂ അതിന്റെ ഒരു ബുദ്ധിമുട്ട്, റെസ്പോണ്ട് ചെയ്യാതിരിക്കുമ്പോൾ ഉള്ള ഒരു ബുദ്ധിമുട്ട്. ഓക്കെ, നിങ്ങളൊരാളുടെ കാര്യം പറയുമ്പോൾ അയാൾ കേട്ടില്ലെങ്കിലോ, നിങ്ങൾ ഒരാളുടെ കാര്യം പറയാണ്, സീരിയസ് ആയിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, മക്കളെ എടുക്കാം, മക്കളെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്, നിങ്ങൾ പറയുന്നത് ശ്രദ്ധിക്കുന്നില്ല, നിങ്ങൾക്ക് ദേഷ്യം വരികയോ? ദേഷ്യം വന്നില്ലെങ്കിൽ നിങ്ങളുടെ അവസ്ഥ എന്തായിരിക്കും? ഓക്കെ, അത്രയൊക്കെ ഉള്ളൂ. ഞാനും എന്താണ് മക്കളെ പോലെയാണ് ഇപ്പൊ കാണുന്നത്. ഓക്കെ, അത്രയേ ഉള്ളൂ. ശ്രദ്ധിച്ചിരിക്കാം കേട്ടോ, റെസ്പോണ്ട് ചെയ്യാം. യെസ്, ഓക്കെ, താങ്ക് യു. ഓക്കെ, സോ ഇപ്പൊ നമ്മള് കരണ്ട് തന്നു പോയിരിക്കുക. ഓക്കെ, അല്ലെങ്കിൽ പറഞ്ഞാൽ മാത്രമേ ഞാൻ അറിയുള്ളൂ. നിങ്ങൾ പറയണ്ടേ, എന്ത് കാര്യങ്ങളുണ്ടെങ്കിൽ നമ്മൾ പറഞ്ഞാലേ അറിയുള്ളൂ. ഉള്ളിൽ വെച്ചുകൊണ്ടിരുന്നാൽ എനിക്ക് മനസ്സിലാകുമോ? ഇവിടെ കരണ്ട് പോകുന്നുണ്ട്, നിങ്ങൾ പറഞ്ഞാൽ മാതിരിക്ക് മനസ്സിലാവില്ലോ ഇവിടെ കരണ്ട് പോകുന്നുണ്ടെന്ന് മനസ്സിലാകണമെങ്കിൽ നിങ്ങൾ പറയണം. അല്ലാതെ എനിക്ക് സിക്സ്ത് സെൻസോ അങ്ങനത്തെ സെൻസോ കാര്യങ്ങളോ ഒന്നുമില്ല. ഓക്കെ, അപ്പോ പ്രസന്റ് കണ്ടിന്യൂസിലെ പോസിറ്റീവ് സ്റ്റേറ്റ്മെന്റ്, നെഗറ്റീവ് സ്റ്റേറ്റ്മെന്റ്, പോസിറ്റീവ് ക്വസ്റ്റ്യൻ, നെഗറ്റീവ് ക്വസ്റ്റ്യൻ, ഇതെല്ലാം നമ്മൾ നോക്കുകയാണ്. ശ്രദ്ധിച്ചിരിക്കുക. ഈസ് വെച്ച് നമ്മൾ പറഞ്ഞു ദി ബേബി ഈസ് ക്രൈയിങ് എന്ന് പറഞ്ഞു. ദി ബേബി ഈസ് ക്രൈയിങ് എന്ന് പറയുമ്പോൾ
നെഗറ്റീവ് സ്റ്റേറ്റ്മെന്റ് വരുന്നത് the baby is not crying എന്ന് വരും. Then positive question ആണെങ്കിൽ is the baby crying എന്ന് വരും. Then negative question ആണെങ്കിൽ isn't the baby crying എന്ന് വരും. ഓക്കെ, അത് നിങ്ങൾ നോട്ട്ബുക്കിലേക്ക് എഴുതിയെടുക്കാം കേട്ടോ. അപ്പൊ ഞാൻ പറഞ്ഞ ഈ 4 വേർഷനും നിങ്ങൾ നോട്ട്ബുക്കിലേക്ക് എഴുതിയെടുക്കാം. The baby is crying. എന്നിട്ട് അതിന്റെ പോസിറ്റീവ് സ്റ്റേറ്റ്മെന്റ്, നെഗറ്റീവ് സ്റ്റേറ്റ്മെന്റ്, പോസിറ്റീവ് ക്വസ്റ്റ്യൻ, നെഗറ്റീവ് ക്വസ്റ്റ്യൻ, ഈ 4 എഴുതാം. Okay. Yes. Next. Okay. Next. They are playing cricket. They are playing cricket. They are playing cricket. അതിന്റെ നെഗറ്റീവ് എല്ലാം പറയൂ, ക്വസ്റ്റ്യൻസ് പറയൂ, എല്ലാരും ഇങ്ങനെ വരാം. ടെക്സ്റ്റ് ചെയ്യൂ നിങ്ങള്. ഓക്കെ, നെഗറ്റീവ് സ്റ്റേറ്റ്മെന്റ്, പോസിറ്റീവ് ക്വസ്റ്റ്യൻ, നെഗറ്റീവ് ക്വസ്റ്റ്യൻ, ഇത് 3 ടെക്സ്റ്റ് ചെയ്യാം. They are playing. They are not playing cricket. Are they playing cricket? Aren't they playing cricket? Yes. Next. എല്ലാവരും പറയുന്നുണ്ടോ? നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ ഞാൻ പറയുന്നത്? മനസ്സിലാവുന്നുണ്ടെങ്കിൽ ഒന്ന് ടെക്സ്റ്റ് ചെയ്യൂ. മനസ്സിലാകുന്നുണ്ട്. അപ്പൊ ഇതെല്ലാം പറയൂ. പോസിറ്റീവ് സ്റ്റേറ്റ്മെന്റ്, നെഗറ്റീവ് സ്റ്റേറ്റ്മെന്റ്, പോസിറ്റീവ് ക്വസ്റ്റ്യൻ, നെഗറ്റീവ് ക്വസ്റ്റ്യൻ, 4 ടെക്സ്റ്റ് ചെയ്യൂ. They are playing cricket. എല്ലാവരും ടെക്സ്റ്റ് ചെയ്യൂ. പറയാൻ പറഞ്ഞാൽ കേൾക്കില്ല, സോ ടെക്സ്റ്റിംഗും ചെയ്യൂ. എല്ലാം ഒരുമിച്ച് ടെക്സ്റ്റ് ചെയ്യണേ. They are playing cricket. ക്രിക്കറ്റോ ഫുട്ബോളോ ഏതാവട്ടെ. Then yes, they are not playing cricket. Are they playing cricket? Aren't they playing cricket? They are playing cricket. They are not playing. Okay, are they playing? Aren't they? Yeah, correct answer. Okay, next. I'm writing a letter. I'm writing a letter. I'm writing a letter. I'm writing a letter. Okay, അതിന്റെയും കൂടെ ഈ 4 ഇതും എഴുതാം കേട്ടോ. Miss, So
I am writing a letter. I am not writing a letter. Am I writing a letter? ആമിന്റെ കൂടെ നോട്ട് വരുമ്പം ആറിന്റെ അങ്ങനെ ആവില്ലേ? ക്വസ്റ്റ്യൻ ടാഗ് ഒക്കെ എഴുതും. I'm not. I am not writing a letter. Yes. Okay. എല്ലാവർക്കും കിട്ടുന്നുണ്ടോ? മനസ്സിലാവുന്നുണ്ടോ? ആ ക്ലിയർ ആവുന്നുണ്ടോ? I'm writing a letter. I'm not writing a letter. Am I writing a letter? അതിനുശേഷം I'm not ആണ് വരാ. അതിലെ പറഞ്ഞ കറക്റ്റ് ആണ്. Not ആണ് വരാ. ആരൊന്നും പറഞ്ഞില്ല? I am not. അല്ല, I am not writing a letter എന്ന് പറയുമ്പോൾ I amന്റെ കൂടെ നോട്ട് അങ്ങനെ വരുമോ? I'm not I അങ്ങനെ വരില്ല. അവരുടെ ക്വസ്റ്റ്യൻ ടാഗിലൊക്കെ ആറിന്റെ അങ്ങനെ എഴുതുമല്ലോ. ആറിന്റെയാണ്. ഓക്കെ. പറഞ്ഞില്ല. I'm writing a letter. I'm not writing a letter. Am I writing a letter? Am I writing a letter? അങ്ങനെയാണ് വരാ. ഓക്കെ, അപ്പൊ ക്ലിയർ അല്ലേ? എല്ലാം ക്ലിയർ ആണല്ലോ? പ്രസന്റ്, സിമ്പിൾ പ്രസന്റ് ആൻഡ് പ്രസന്റ് കണ്ടിന്യൂസ്, ഇത് രണ്ട് ടെൻസ് നമ്മൾ എല്ലാം നോക്കിയിട്ടുണ്ട്. Do you have doubts about these two tense? Doubt? No? Yeah? No doubt. Yes. Okay, so let's move on. The next tense is present perfect. Okay, present perfect tense lekanu pova. എന്നാ ഈ ടെൻസ് എടുക്കണോ വേണ്ടയോ? സ്റ്റുഡൻസ് വളരെ കുറവാണ്. എന്താണ് നിങ്ങളുടെ ഒപ്പീനിയൻ? എന്താണ്, ടെൻസ് എടുക്കണോ വേണ്ടയോ? പറയൂ, what's your opinion? ഒപ്പീനിയൻ ഒന്നുമില്ല. കുറെ പേര് ലീവ് ആയതുകൊണ്ട് ഇപ്പൊ പ്രസന്റ് പെർഫെക്റ്റ് എടുത്തു കഴിഞ്ഞാൽ അവർക്കൊക്കെ മിസ്സാവില്ലേ? അപ്പൊ എന്താ ചെയ്യാ? കുറച്ചുകൂടെ സെന്റൻസ് പറഞ്ഞാല് ടെക്സ്റ്റ് ചെയ്യോ നിങ്ങള്? മലയാളോ ഒക്കെ ചോദിച്ചാല് പറയോ? ഓക്കെ, ഒരാള് മാത്രമേ പറയുള്ളൂ. ബാക്കി ആരൊന്നും വേണ്ടതില്ല. Yeah. Okay. സംസാരിക്കുന്നതിന് മുമ്പ് ഒന്ന് ചിന്തിക്കൂ. നീ സംസാരിക്കുന്നതിന് മുൻപ് ഒന്ന് ചിന്തിക്കൂ. എങ്ങനെയാ പറയാ? നീ സംസാരിക്കുന്നതിന് മുൻപ് ഒന്ന് ചിന്തിക്കൂ. ചിന്തിച്ചിട്ട് സംസാരിക്കുന്നൊക്കെ പറയില്ല നമ്മള്. ആ ഒരു ഡയലോഗാണ്, സെന്റൻസ് ആണ്. അതെങ്ങനെ നമ്മൾ ഇംഗ്ലീഷിൽ പറയും? ഒന്നുകൂടെ പറഞ്ഞ. സംസാരിക്കുന്നതിന് മുൻപ് ചിന്തിക്കൂ. നീ സംസാരിക്കുന്നതിന് മുൻപ് ചിന്തിക്കൂ. Your voice.
നീ സംസാരിക്കുന്നതിന് മുൻപ് ചിന്തിക്കൂ. ഒരു ലാസ്റ്റ്, മലയാളത്തിൽ ലാസ്റ്റ് എന്താ പഠിക്കുന്നത്? മലയാളം എവിടെ അവസാനിക്കുന്നോ അവിടെ നിന്ന് തുടങ്ങണം ഇംഗ്ലീഷ്. ഇങ്ങനെയാണ് പറയാം. ഓക്കെ, ഇവിടെ സബ്ജക്റ്റ് ആയിട്ട് പ്രത്യേകിച്ച് ഒന്നും പറയാനില്ലാത്തതുകൊണ്ട് നമുക്ക് ഫസ്റ്റ് സബ്ജക്ട് വരേണ്ട ആവശ്യമില്ല അല്ലെ. ഇവിടെ മെയിൻ ആയിട്ട് എന്താ പറയുന്നത്? നീ സംസാരിക്കുന്നതിന് മുൻപ് ചിന്തിക്കൂ എന്നാണ് അല്ലെ. അപ്പൊ മലയാളത്തിൽ ലാസ്റ്റ് ഏത് വേർഡാ വരുന്നത്? ചിന്തിക്കൂ, തിങ്ക്. തിങ്ക് ആണ്, ചിന്തിക്കുക, തിങ്ക് ആണ്. ഇനി അതിന് മുൻപ്, അതിന് മുൻപ് ചിന്തിക്കുക മുൻപ് എന്താ പറയുന്നത്? മുൻപ്, മുൻപല്ലേ. മുൻപിന്റെ ഇംഗ്ലീഷ് എന്താ? ബിഫോർ. ബിഫോർ. അപ്പൊ തിങ്ക് ബിഫോർ കിട്ടി. ഇനി നമുക്കൊരു സബ്ജക്ട് വേണം. അവിടെ സബ്ജക്ട് ഏതാണ്? യു. യു. സംസാരിക്കുക. ഇത്രയേ ഉള്ളൂ സെന്റൻസ്. തിങ്ക് ബിഫോർ യു സ്പീക്ക്. ടോക്കിനേക്കാൾ നല്ലത് സ്പീക്ക് ആണ്. തിങ്ക് ബിഫോർ യു സ്പീക്ക്. തിങ്ക് ബിഫോർ യു സ്പീക്ക്. സംസാരിക്കാൻ മുമ്പ് ചിന്തിക്കൂ. ഓക്കെ, ദിവസം തോറും ചൂട് കൂടി വരികയാണ്. ദിവസം തോറും ചൂട് കൂടി വരികയാണ്. ദിവസം തോറും ചൂട് കൂടി വരികയാണ്. മലയാളത്തിൽ എവിടെയാണ് അവസാനിക്കുന്നത് നോക്കാം. അവിടെ നിന്ന് ഇംഗ്ലീഷ് സ്റ്റാർട്ട് ചെയ്യും. Temperature is increasing day by day. Then വേറെ എങ്ങനെ പറയാം നമുക്ക്? Out increasing day by day. Then ഇങ്ങനെ പറയാം നമുക്ക്. It's getting hotter day by day. It's getting hotter day by day. Okay, that's a version. It's getting hotter day by day. ദിവസം തോറും ചൂട് കൂടി വരികയാണ്. It's getting hotter day by day. ഓക്കെ, അവന് അറിയില്ല. അവന് അറിയില്ല. He don't know. അവന് He don't know. He don't know. ഇത്ര പെട്ടെന്ന് കഴിഞ്ഞു പറയാം. ഷുവർ ആണോ? ഷുവർ ആണ്. ഓക്കെ, സിംഗിൾ സബ്ജക്ട് ഏതൊക്കെയാണ് എന്ന് പറഞ്ഞേ? പറയൂ. He, she, it, everybody. Plural subject? I, you, we, they. സിംപിൾ പ്രസന്റ് ടെൻസില് പ്ലൂറൽ സബ്ജക്റ്റിന്റെ കൂടെ ക്വസ്റ്റ്യൻ ആണ് വരുന്നതെങ്കിൽ, ക്വസ്റ്റ്യൻ ചോദിക്കുകയാണെങ്കിൽ നമ്മൾ എന്ത് യൂസ് ചെയ്യും? ഏത് ഓപ്ഷനിലാണ് യൂസ് ചെയ്യാം? എനിക്ക് ഐസ്ക്രീം ഇഷ്ടമല്ല. ഇങ്ങനെ പറയും, എനിക്ക് ഐസ്ക്രീം ഇഷ്ടമല്ല. ഒന്നുകൂടെ പറയൂ. എനിക്ക് ഐസ്ക്രീം ഇഷ്ടമല്ല. I don't like ice cream. അവന് ഐസ്ക്രീം ഇഷ്ടമല്ല. He does not like.
Nice. He doesn't like ice cream. അപ്പൊ അവനെ അറിയില്ലെന്നാണെങ്കിലോ? He doesn't know. Yeah, he doesn't know. എല്ലാവരും don't know പറഞ്ഞിരുന്നാ. He doesn't know അല്ലേ? Does അല്ലേ വരാ? ഞാൻ doesn't know എന്നാണ് പറഞ്ഞത്. സുസി പറഞ്ഞു. സുസി മാത്രമേ പറഞ്ഞുള്ളൂ. ബാക്കി എല്ലാവരും don't know ഒക്കെയാ പറഞ്ഞത്. Yeah, he doesn't know. Doesn't know ആണ് കേട്ടോ. ചായ തണുത്തു പോകുന്നു. എങ്ങനെയാ പറയാ? He's getting cold. ചായ തണുത്തു പോകുന്നു. എന്താണ് സബ്ജക്റ്റ്? ചായ ആണ്. ചായ കൂളിംഗ് അല്ല. കൂളിംഗ് ഓക്കെ, കണ്ടിന്യൂസ് പ്രോസസ് അവിടെ വേണം. പോകുന്നു എന്നാണെങ്കിൽ ഇവിടെ ദിവസം തോറും ചൂട് കൂടി വരികയാണ് എന്നൊക്കെ പറഞ്ഞ എന്താ യൂസ് ചെയ്തേ? Yeah, he is getting cold. He is getting cold വരും. He is getting cold. ചായ തണുത്തു പോകുന്നു. He is getting cold. Okay? കുറേ ഇംഗ്ലീഷ് പഠിക്കാനുണ്ട് അല്ലെ? വേർഡ്സ് നന്നായിട്ട് ഒരുപാട് വേർഡ്സ്, അറിയാത്ത വേർഡ്സ് ഒക്കെ നമ്മൾ പഠിച്ചു വെക്കാം. മാക്സിമം പഠിച്ചു വെക്കുന്നതാണ് ഏറ്റവും നല്ലത്. ഒരു നമ്മള് പൂച്ച വട്ടം ചാടി എന്നൊക്കെ പറയില്ലേ? എങ്ങനെയാ വട്ടം ചാടുക? എങ്ങനെയാ പറയാ വട്ടം ചാടുക? ഡാറ്റ് അക്രോസ് എന്നാ പറയാ കേട്ടോ. ഡാറ്റ് അക്രോസ്, വട്ടം ചാടുക. ഡാറ്റ് അക്രോസ് ആണ്. ഓക്കെ, ഡാറ്റ് അക്രോസ്. വട്ടം ചാടുക. ഇനി പൂച്ച വട്ടം ചാടി എന്ന് പറയണം. നിങ്ങൾക്ക് ടെൻസ് നോക്കണ്ട, എന്നാലും ജസ്റ്റ് ഒന്ന് പറയാൻ പറ്റും നോക്കൂ. പൂച്ച വട്ടം ചാടി ഫസ്റ്റ് ആണ്, എന്നാലും അറിയാൻ പറ്റുമോ? ഒരു പൂച്ച എന്ന് പറയുമ്പോൾ എ കാറ്റ് ഡാറ്റ് അക്രോസ് എന്ന് പറയുമ്പോൾ വട്ടം ചാടുക എന്നാണ്. ചാടി എന്നാണെങ്കിൽ കറക്റ്റ് ആണ്. കാറ്റ് ഡാറ്റഡ് അക്രോസ് എന്ന് വരും കേട്ടോ. കാറ്റ് ഡാറ്റഡ് അക്രോസ്. റോഡിന് വട്ടം ചാടിയതാണെങ്കിലോ? പൂച്ച റോഡിന് കുറുകെ ചാടി. റോഡിന് വട്ടം ചാടിയതാണെങ്കിൽ കാറ്റ് ഡാറ്റഡ് അക്രോസ് ഇത് വരും. റോഡ് വരും. A cat darted across the road. Okay, നിന്റെ ഹോംവർക്ക് ചെയ്യുന്നത് എങ്ങനെ പറയാം? നീ നിന്റെ ഹോംവർക്ക് ചെയ്യൂ. എങ്ങനെയാ പറയാ? നീ നിന്റെ ഹോംവർക്ക് ചെയ്യൂ. Do your homework. Yeah, do your homework. നിന്റെ ഹോംവർക്ക് ചെയ്യൂ. Do your homework. Okay. പുറത്ത് കളിക്കരുത്. എങ്ങനെയാ പറയാ? പുറത്ത് കളിക്കരുത്. Don't play outside. Yes, don't play outside. പുറത്ത് കളിക്കരുത്. Don't play outside. Then നമ്മള് കുറച്ച് വേർഡ്സ് ചോദിക്കാം. അപ്പോഴേക്കും എങ്ങനെയാ പറയാ? അപ്പോഴേക്കും എങ്ങനെയാ പറയാ? നോട്ട് ചെയ്തേക്കണം കേട്ടോ എല്ലാരും. അപ്പോഴേക്കും
by that time. അപ്പോഴേക്കും നീ നിന്റെ ഹോംവർക്ക് ചെയ്യുന്ന എങ്ങനെ പറയും? അപ്പോഴേക്കും നീ നിന്റെ ഹോംവർക്ക് ചെയ്യും. Do your homework by that time. By that time നീ എപ്പോഴും ഹോംവർക്ക് ചെയ്യൂ. By that time you do your homework. By that time you do your homework. Okay, by that time you do your homework. കഴിക്കുക എന്നെങ്ങനെയാ പറയാ? By that time you do your homework ന്റെ മീനിങ് അപ്പോഴേക്കും നീ നിന്റെ ഹോംവർക്ക് ചെയ്യും എന്നാണ് പറയാ കേട്ടോ. അപ്പോഴേക്കും നീ നിന്റെ ഹോംവർക്ക് ചെയ്യും. By that time എന്ന് by that time മീനിങ് അപ്പോഴേക്കും എന്നാണ്. ഓക്കെ, കഴിക്കുക എന്നെങ്ങനെയാ പറയാ? ഈറ്റ് ആണ് അല്ലെ? കഴിക്കുക ഈറ്റ് ആണ്. കഴിപ്പിക്കുക എന്താണ്? കഴിപ്പിക്കുക you have your food. By that time you have your food. എന്താണ് നസീന? ഞാൻ പറഞ്ഞില്ലല്ലോ. വേർഡ് മാത്രമേ ചോദിച്ചുള്ളൂ കേട്ടോ. കഴിക്കുക എന്ന വേർഡ് എന്താണ് എന്ന് ചോദിച്ചേ. കഴിക്കുക എന്ന് പറയുമ്പോൾ ഈറ്റ് ആണ്. കഴിപ്പിക്കുക എന്നാണെങ്കിലോ? ഈച്ചാണോ? കേട്ടോ. കഴിപ്പിക്കുക ഫീഡാണ്. ഫീഡ് കഴിപ്പിക്കുക ഫീഡ്. ഞാൻ കൊച്ചിന് ഫുഡ് ഫീഡ് ചെയ്യാണെന്നൊക്കെ പറയില്ലേ? ഫീഡാണ്. കഴിപ്പിക്കുക മീൻസ് ഫീഡാണ്. ഓക്കെ, ഇനി കുളിക്കുക എന്താണ്? കുളിക്കുക യെസ് ബാത്ത് ആണ്. ബാത്തിങ് അല്ല, ബാത്തിങ് മീൻസ് ഞാൻ കുളിക്കുകയാണ് എന്നാണ്. കണ്ടിന്യൂസ് അല്ല, ഷവർ ചെയ്യാം. ബാത്ത് പറയാം. കുളിപ്പിക്കുക ആണെങ്കിലോ? കുളിപ്പിക്കുക bathe എന്ന് പറയും. bathe കുളിപ്പിക്കുക. ബാത്തിന്റെ ഉള്ളിൽ ഈട്ടാ മതി. അത് കുളിപ്പിക്കുക എന്ന മീനിങ്ങിലേക്ക് വരും. ഇനി ഉറങ്ങുക എന്താണ്? ഉറങ്ങുക Sleep. ഉറക്കുക എന്നാണെങ്കിലോ? ഉറക്കുക put to sleep. ഉറക്കുക. അങ്ങനെ മോളെ ഉറക്കാണ്. ഓക്കെ, put to sleep. ഉറക്കുക. നാപ്പും ഉറക്കം അങ്ങനെ എന്തോ അല്ലേ? നാപ്പ് ഉറക്കം അങ്ങനെ എന്തോ അല്ലേ? Okay, then നീ എന്താണ് അവിടെ ചെയ്യുന്നത്? അതെങ്ങനെ ചോദിക്കുക? നീ എന്താണ് അവിടെ ചെയ്യുന്നത്? What are you doing? Yeah. There. What are you doing there? What are you doing there? Yes. നീ എന്റെ കൂടെ വരുന്നുണ്ടോ? Are you Are you come with me? Yeah. Are you come with me? നിന്റെ കൂടെ വരുന്നുണ്ടോ? ഞാൻ വരുന്നില്ല. ഞാൻ നിന്റെ കൂടെ വരുന്നില്ല. ഞാൻ നിന്റെ കൂടെ വരുന്നില്ല. അതെങ്ങനെയാ പറയാ? Never വരൂ. ഞാൻ നിന്റെ കൂടെ വരുന്നില്ല. I am not come with you. Coming with Yeah, not come with you. Going അല്ല, not come with you. ഞാൻ നിന്റെ കൂടെ വരുന്നില്ല. I'm not come with you. Okay. Then അവൾ ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുന്നു. അവൾ ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുന്നു. She is working in a hospital.
അവൾ ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുകയാണ് എന്നല്ല, അവൾ He works ഹോസ്പിറ്റലിൽ in a hospital. She works in a hospital. Yes, she works in a hospital. Okay. അവൾ ഹോസ്പിറ്റലിൽ പോവാണ്. He is going to hospital. Going to hospital. She's going to the hospital. Yeah. അവന് ബുക്ക് വായിക്കാൻ ഇഷ്ടപ്പെടുന്നു. He likes reading. Loves food. He likes to read Like books. Yeah. He likes to read books. ബുക്ക് വായിക്കാൻ ഇഷ്ടപ്പെടുന്നു. He likes to read books. ഞാൻ എല്ലാ ദിവസവും രാവിലെ ജിമ്മിൽ പോകുന്നു. I go to gym every day, every morning. Yes, I go to gym every morning. Yes, correct. പൂച്ച കൗച്ചിൽ കിടന്നുറങ്ങുന്നു. കൗച്ചിൽ കിടന്നുറങ്ങുന്നു. The cat is sleeping on the the cow sleeping on the couch. The cat is sleeping. The cat ഉറങ്ങുന്നു എന്നാണ് പറഞ്ഞത്. പൂച്ച കൗച്ചിൽ കിടന്നുറങ്ങുന്നു. The cat sleeps. Sleep. കൗച്ചിലാണേ. Couch. On couch. Couch. Yes, the cat sleeps on the couch. The cat sleeps on the couch. പൂച്ച കൗച്ചിൽ കിടന്നുറങ്ങുന്നു. ഞാൻ എന്നും നടന്നാണ് സ്കൂളിൽ പോകുന്നത്. ഞാൻ എന്നും നടന്ന് സ്കൂളിൽ പോകുന്നു. ഞാൻ എന്നും നടന്ന് സ്കൂളിൽ പോകുന്നു. I go to school. I walk. I go to school, I walk every day എന്ന് പറയുന്നത്. ഞാൻ എന്നും നടന്ന് സ്കൂളിൽ പോകുന്നു. അല്ലെങ്കിൽ നമുക്ക് I walk to school every day എന്ന് പറയാം. I walk school every day എന്ന് പറയാം. ഓക്കെ. ഡിന്നറിന് ശേഷം അവൻ ടി വി കാണുന്നു. ഡിന്നറിന് ശേഷം അവൻ ടി വി കാണുന്നു. ഇവിടെ അവൻ ടി വി കാണുന്നു എന്നാണ് ലാസ്റ്റ് വന്നിരിക്കുന്നത് മലയാളത്തിൽ. He's watching TV after the dinner. ടി വി കാണുന്നു, കാണുകയാണ്. He watches TV. Yeah, he watches TV After dinner. He watches TV after dinner. Correct. പക്ഷികൾ ആകാശത്ത് പറക്കുന്നു. പക്ഷികൾ ആകാശത്ത് പറക്കുന്നു. Birds fly on. Birds fly in the sky. Birds fly in the sky. Birds flying ഇല്ല. Birds fly in the sky. Okay, പക്ഷികൾ എന്നാണ്. Birds fly. Fly. Only fly. പറക്കുന്നു, പറക്കുകയാണ് എന്നല്ല, പറക്കുന്നു. So Birds fly. Yeah, in the sky. Fly in the sky. Yes. Birds are flying in the sky എന്ന് പറയുന്നത് കുഴപ്പമൊന്നുമില്ല. അത് പറക്കുകയാണ് എന്നൊരു മീനിങ്ങിലേ ഒരു കുഴപ്പമൊന്നുമില്ല കേട്ടോ. അവൻ എപ്പോഴും സൗമ്യമായി സംസാരിക്കുന്നു. അവൻ എപ്പോഴും സൗമ്യമായി He speaks സംസാരിക്കുന്നു. politely. അവൻ എപ്പോഴും സൗമ്യമായി സംസാരിക്കുന്നു. He speaks Always. He always speaks politely. Okay, he always speaks politely എന്ന് വരും. Next, അവരാണ് അവർ
ലൈബ്രറിയിൽ വെച്ച് ബുക്ക് വായിക്കുന്നു. അവർ ലൈബ്രറിയിൽ ബുക്ക് വായിക്കുന്നു. They read books in the library. They read books in the library. Yes, they read books in the library. അവൻ അവന്റെ ഫ്രണ്ട്സിന് ലെറ്റർ എഴുതുന്നു. He writes letter to his Writes letter for his friend. അവൻ അവന്റെ ഫ്രണ്ട്സിന് ലെറ്റർ എഴുതുന്നു. He writes letter to his friends. His friend. Yeah. For his He writes. Yes. letter for his friend. ഫ്രണ്ടിന് വേണ്ടി ലെറ്റർ എഴുതുന്നു എന്ന് വരും. ഫോർ ആണെങ്കിൽ. ടു ആണെങ്കിൽ ഫ്രണ്ടിന് ലെറ്റർ എഴുതുന്നു. He writes a letter to his friends എന്ന് വരും. അവൻ അവന്റെ ഫ്രണ്ട്സിന് ലെറ്റർ എഴുതുന്നു. ഫ്രണ്ട്സിന് വേണ്ടി എന്നാണെങ്കിൽ ഫോർ വരുന്നു. ഫ്രണ്ട്സിനാണെങ്കിൽ ടു ആണ്. അവൻ അവന്റെ ഫ്രണ്ട്സിന് ലെറ്റർ എഴുതുന്നു. He writes letter to his friends. Okay? Yes. അപ്പോ ക്ലിയർ ആണല്ലോ, ഏകദേശം ക്ലിയർ ആണല്ലോ. നെക്സ്റ്റ് ഞങ്ങൾ വെക്കേഷൻ പ്ലാൻ ചെയ്യുകയാണ്. ഞങ്ങൾ വെക്കേഷൻ പ്ലാൻ ചെയ്യുകയാണ്. We are planning. Yeah, we We are are planning. We are planning a vacation. ഞങ്ങൾ വെക്കേഷൻ പ്ലാൻ ചെയ്യുകയാണ്. We are planning a vacation. ഞങ്ങൾ മാളിലേക്ക് പോവാണ്. ഞങ്ങൾ മാളിലേക്ക് പോകുവാണ്. We are going to. പോകുകയാണ് എങ്ങനെയാ പറയാ? Going to. We are going to. We are going to. Yeah, we are going to the mall. We are going to the mall. Okay. അവർ പാർക്കിൽ ഫുട്ബോൾ കളിക്കുകയാണ്. They are playing the they are playing football in the park. Yes. They are. They are playing football in the park. Correct? ഞാൻ സിനിമ കാണുകയാണ്. I am watching the film. I'm watching a movie. Okay? I'm watching a film. കുഴപ്പമില്ല. അവൾ പാട്ട് കേൾക്കുകയാണ്. She is listening a song. Listening to music. Listening. She is listening to music. Okay. അവർ വീട് വൃത്തിയാക്കുകയാണ്. They They are are cleaning cleaning the house. They are cleaning the house. Yes. They are cleaning the house or home. അവൾ പിയാനോ വായിക്കാൻ പഠിക്കുകയാണ്. She is learning to play piano. learning to play piano. Yeah, correct. She is learning to play the piano. Correct ആണ്. ഞാൻ ഫോണിൽ സംസാരിക്കുകയാണ്. I'm talking In the phone. in the phone. ഫോണാണ് കേട്ടോ. ഫോൺ മീഡിയ ആണ്. Don't forget that. True അല്ലേ? മീഡിയാസിൽ നമ്മൾ ഏത് പ്രൊപ്പോസിഷനാ യൂസ് ചെയ്യാം? I'm talking on the phone. On ആണ് വരാം കേട്ടോ. I'm talking on the phone.
യെസ്. കുട്ടികൾ പൂളിൽ നീന്തുകയാണ്. ചിൽഡ്രൻസ് നീന്തുകയാണ്. Children are swimming in the Swimming in the pool. Kids are swimming in the pool. Yeah, kids or children. Can you? Okay. Pool alada pool. Pool. Yeah, kids are swimming in the pool. Yes. അവൾ ഇപ്പോൾ ഡിന്നർ കുക്ക് ചെയ്യുകയാണ്. She is preparing dinner now. She is cooking dinner right now. എന്ന് പറയാം. She is cooking dinner right now. Okay. So present, simple present tense and present continuous ഇത് രണ്ടും നിങ്ങൾക്ക് ക്ലിയർ അല്ലേ? പ്രത്യേകിച്ച് ഡൗട്ടോ കാര്യങ്ങളോ ഒന്നുമില്ലല്ലോ. എങ്ങനെ ചോദിച്ചാൽ നിങ്ങൾക്ക് പറയാൻ പറ്റുന്നുണ്ടല്ലോ അല്ലേ? ഓക്കെ. മാം ഒരു ഡൗട്ടേ, ഇടയ്ക്കൊന്ന് എന്റെ നെറ്റ് കട്ടായി പോയെന്നതുകൊണ്ടാണേ. ഇപ്പൊ നമ്മൾ കഴിപ്പിക്കുകയാണെന്ന് പറഞ്ഞിട്ട് അത് എനിക്ക് ക്ലിയർ ആയിട്ടില്ല കേട്ടോ. ഈ മേക്ക് എന്ന് പറയുന്ന വേർഡ് യൂസ് ചെയ്തിട്ട് നമുക്ക് പറയാൻ പറ്റുമോ എന്തെങ്കിലും? ചെയ്യിക്കുകയാണ് അങ്ങനെ. മനസ്സിലായില്ല? നീക്കോ മേക്ക് എന്ന് വെച്ചിട്ട് എന്തെങ്കിലും ഇപ്പം ഐ മേക്ക് ഹിം അങ്ങനെ മേക്ക് ചെയ്യിപ്പിക്കുകയാണെന്ന് പറയാനായിട്ട് കഴിപ്പിക്കുകയാണ്. എന്തും സ്പീഡ് അല്ലേ പറയാൻ നല്ലത്? കഴിപ്പിക്കുകയാണെന്ന് പറയുമ്പോൾ എന്തെങ്കിലും ഒരു കാര്യം ചെയ്യിപ്പിക്കുകയാണെന്ന് പറയുന്നതിന് എങ്ങനെയാ പറയുന്നത്? അപ്പം ചെയ്യിപ്പിക്കുകയാണെന്ന് പറയുമ്പോ എന്താ പറയാ, എന്താ ഉദ്ദേശിക്കുന്നത്? ഇപ്പൊ ഞാൻ എന്റെ കുഞ്ഞിനെ കഴിപ്പിക്കുകയാണെന്ന് പറയുമ്പോ ഫീഡ് എന്നാണോ പറയാനുള്ളത്? സ്പീഡ് പറയാം. അല്ലെ പഠിപ്പിക്കുകയാണെന്നുണ്ടെങ്കിൽ പഠിപ്പിക്കുകയാണ്. പഠിപ്പിക്കാണ് ടീച്ചിങ് പറയാം. ടീച്ചിങ്. ഓക്കെ. കുടിപ്പിക്കുകയാണെങ്കിലോ? കുടിപ്പിക്കുകയാണെങ്കിൽ ബാറ്റ് എന്ന് പറയും. ബാറ്റ്. BATHE. അല്ല മിസ്സേ, കുടിപ്പിക്കുക ഡ്രിങ്ക്. കുടിപ്പിക്കുക. അതെ അതെ. കുടിപ്പിക്കുക പ്രത്യേകിച്ചൊന്നുമില്ല. ഡ്രിങ്ക് തന്നെയാ. കുടിക്കുക, കുടിപ്പിക്കുക. എനിക്ക് ഇടയ്ക്ക് നെറ്റ് ഒന്ന് കട്ടായി പോയി. അപ്പൊ എനിക്കൊരു ഡൗട്ട് ആയിരുന്നു, മേക്ക് എന്ന് പറയുന്ന വേർഡ് യൂസ് ചെയ്ത് നമുക്ക് അങ്ങനെ എന്തെങ്കിലും പറയാൻ പറ്റുമോ എന്നുള്ളത്. മേക്ക് ഹിം ഈറ്റ് ഓർ അങ്ങനെ പറയാം, നമുക്ക് കുഴപ്പമൊന്നുമില്ല. അപ്പൊ മേക്ക് ഇറ്റ് ഹാപ്പൻ, ക്ഷീപ്പിക്കുകയാണ് എന്നൊക്കെ പറയാൻ മേക്ക് വേണമെങ്കിൽ നമുക്ക് പറയാം. തെറ്റൊന്നുമില്ല കേട്ടോ. ഓക്കെ. അതൊരു ഡൗട്ട് ഉണ്ടായിരുന്നു, മേക്ക് വെച്ച് യൂസ് ചെയ്യാൻ പറ്റുമോ ഇല്ലയോ എന്നുള്ളത്. യൂസ് ചെയ്യാൻ പറ്റും. ഓക്കെ. അത് ഞാൻ കുറെ കഴിയുമ്പോൾ എക്സ്പ്രഷൻ ഒക്കെ പറയുമ്പോൾ ഞാൻ പറഞ്ഞിരുന്നുണ്ട്. അത്യാവശ്യം കുറച്ച് കാര്യം. ഓക്കെ. ടൈമിൽ കുറച്ചുകൂടെ ക്ലിയർ ആകും. ഇപ്പൊ പറയുമ്പോ മിക്കവർക്കും അത് ഡൗട്ട് വരാൻ ചാൻസ്. ഓക്കെ. സോ പിന്നെന്തൊക്കെയാണ്? അപ്പോ ക്ലിയർ ആയല്ലോ? ടെൻസ് ക്ലിയർ ആവുന്നില്ലേ? മനസ്സിലാവുന്നില്ലേ? ക്ലാസ് എടുക്കുന്നൊക്കെ ക്ലിയർ അല്ലേ? അല്ലേ? ആണോ? എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചോദിക്കാട്ടോ. ഇപ്പോ നിങ്ങൾക്ക് ഒരുപാട് ഡൗട്ട് ദാറ്റ് വരുമ്പോൾ ദിസ് ഉപയോഗിക്കാവോ, ദാറ്റ് വരുമ്പോൾ ദിസ് ഉപയോഗിക്കാവോ? അതെങ്ങനെയാ? അതെന്ന് പറയുമ്പോൾ ദാറ്റ് പറയണം, ഇതെന്ന് പറയുമ്പോൾ ദിസ് പറയണം. അതോ ഇതോ എന്നാണെങ്കിൽ നമുക്ക് ഇറ്റ് ഇവിടെ യൂസ് ചെയ്യാൻ പറ്റും. ഇറ്റിന് അങ്ങനെ അത് ഇത് എന്നൊരു മീനിങ് ഇറ്റിനുണ്ട്. ദാറ്റ് തന്നെയാണ്, അത് തന്നെയാണ്, അത് എന്ന് പറയും. ദിസ് ഇതാണ്. ഇറ്റാണെങ്കിൽ നമുക്ക് അതോ ഇതോ എന്ന് പറയാൻ പറ്റും. അവിടെ ഇവിടെ എന്നൊക്കെ ഇറ്റ് എന്നൊക്കെ പറയാൻ പറ്റും. അവിടെയും ഇവിടെയല്ല, അതോ ഇതോ. ഓക്കെ. സോ പിന്നെ എന്തൊക്കെയുണ്ട്? ക്ലിയർ അല്ലേ? ഇപ്പൊ 2 ടെൻസ് കംപ്ലീറ്റ് ആയിട്ടോ. ഇതിൽ പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നും എടുക്കാനില്ല. നമ്മുടെ ക്വസ്റ്റ്യൻസും എല്ലാം കവർ ചെയ്തിട്ടുണ്ട്. വേറെ ഒന്നും അതിൽ പറയാനൊന്നുമില്ല. ക്ലിയർ? അടുത്ത എല്ലാവരും കൂടെ ഒന്നിച്ച് ജോയിൻ ചെയ്ത ശേഷം നമുക്ക് അടുത്ത ടെൻസിലേക്ക് പോവാം.
ഓക്കെ, അല്ലാണ്ട് പോയിട്ട് കാര്യമില്ല. ഡൗട്ട് കൂടെ ഉള്ളു, പിന്നെ അവർക്ക് മനസ്സിലാവുകയുമില്ല. പിന്നെ ഞാൻ പറയണം, എല്ലാവരും വരുന്നിട്ടാണെങ്കിൽ ഒരുമിച്ച് പറയും. കാരണം ടെക്സ്റ്റ് ഇമ്പോർട്ടന്റ് ആണല്ലോ, എല്ലാവരും അറിഞ്ഞിരിക്കണം. എല്ലാവർക്കും ആഗ്രഹമുണ്ട്, അത് അറിയണമെന്ന് ആഗ്രഹമുണ്ട്, പഠിക്കണമെന്ന് ആഗ്രഹമുണ്ട്. എല്ലാവരും അത് തുറന്നു പറയും. ഓക്കെ, സോ ആരെങ്കിലും ഇതിൽ പെരുന്നാൾ ആഘോഷിച്ച ആരെങ്കിലും ഉണ്ടോ? ഇല്ലല്ലോ, ഉണ്ടോ? പെരുന്നാൾ എങ്ങനെയുണ്ടായിരുന്നു? യെസ്, ഓ നസീന ഉണ്ട്. എങ്ങനെയുണ്ടായിരുന്നു? സൂപ്പർ ആയിരുന്നു മിസ്സേ. സൂപ്പർ ആയിരുന്നു. ഇപ്പോഴും തിരക്കാണോ? പെരുന്നാളിന് തിരക്കുണ്ടോ? ഇന്നുണ്ടാവുമല്ലോ തിരക്ക് അല്ലേ? അതിനിടയിൽ ക്ലാസ് അറ്റൻഡ് ചെയ്തു അല്ലേ? അതെ. അതെ, എന്തൊക്കെയാണ് ഫുഡ്? എന്തൊക്കെയാണ്? ബിരിയാണിയാണോ? ബിരിയാണി, പത്തിരി, തേങ്ങാപ്പാല്. ഹെവിയാണ്, ഹെവി ഫുഡ് ആണല്ലേ? അതെ മാം. ഓക്കെ, റിലേറ്റീവ്സ് ഒക്കെ വന്നോ? എന്തോ? റിലേറ്റീവ്സ് കസിൻസ് ഒക്കെ ഉണ്ടോ വീട്ടില്? റിലേറ്റീവ്സ് വന്നു. എന്റെ വീട്ടിലോട്ട് നാളെ പോകും. ക്ലാസ് അറ്റൻഡ് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട് അല്ലേ? ക്ലാസ് അറ്റൻഡ് ചെയ്യുന്നുണ്ട്, ടെക്സ്റ്റ് ഒക്കെ കൊണ്ടുപോകും. എല്ലാവർക്കും ഒരു ബുദ്ധിമുട്ടുണ്ടല്ലേ ക്ലാസ് അറ്റൻഡ് ചെയ്യാൻ, പെരുന്നാൾ ആയതുകൊണ്ട്? അത് വരണുള്ളായിരുന്നു. എന്തോ? ഇതിനൊരു 2 days അവധി കൊടുക്കണ്ടുള്ളായിരുന്നു. നിങ്ങൾക്ക് പറയാനില്ലേ? സാറിനോട് പറഞ്ഞ് സാറ് തന്നിരുന്നേനെ ഒഴിവ്. ജസ്റ്റ് ഒന്ന് പറഞ്ഞാൽ മതിയായിരുന്നില്ലേ? കാരണം എല്ലാരും അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പോയും വന്നൊക്കെ 1-2 ദിവസമൊക്കെ എടുക്കുമെന്ന് തോന്നുന്നു. അതെ. അങ്ങനെ എന്തെങ്കിലും ഒപ്പീനിയൻ എന്തെങ്കിലും നിങ്ങൾക്ക് പറയാനുണ്ടെങ്കിൽ സാറിനോട് പറയാട്ടോ. ഓക്കെ, എന്തെങ്കിലും പറയാം. സ്കൂളിൽ എപ്പോഴും എവിടെയാണ്? ഇനി വെക്കേഷൻ ആയല്ലോ, ഇനിയിപ്പോ തിരക്കാണ്. വെക്കേഷൻ ആയി, മക്കളെല്ലാം കൂടെ ഉണ്ടാകും. ക്ലാസ് അറ്റൻഡ് ചെയ്യുന്നത് വളരെയധികം ബുദ്ധിമുട്ടുള്ള കാര്യമാണ് ഞങ്ങളോട്, അല്ലേ? ബഹളമായിരിക്കും, മൊത്തത്തിൽ ബഹളമായിരിക്കും. ഓക്കെ, തിരക്കും അല്ലെ, ഭയങ്കര ബിസിയാണ്. ഞങ്ങളോട് ബിസിയാണ്. 2 മാസത്തേക്ക് ഭയങ്കര തിരക്കായിരിക്കും, ഒന്നും നടക്കില്ല. ഓക്കെ, സോ പിന്നെന്താണ്? അപ്പൊ അത്രയൊക്കെ ഉള്ളൂ, നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യാം. ഓക്കെ, താങ്ക് യു all. See you on the next class. Thank you, Okay, ma'am. yeah, bye.